സുഖല്ലേ? സുഖമൊക്കെ തന്നെ. എന്താ പരിപാടി? അല്ല, ഞാൻ കാണാൻ വേണ്ടി വന്നു. എന്ത് കാണാൻ? കോളേജിൽ എന്തൊക്കെ കാണാൻ? കുറേ ആൾക്കാർ ഇത്ര കാണാതിരിക്കുന്നവിടെ. അല്ല, നിങ്ങളൊക്കെ വന്നില്ല, അതേമാതിരി തന്നെ ഞാൻ വന്നു നോക്കും. സ്റ്റുഡൻ്റ് ആണോ? അത് ഞാൻ മുമ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പൂർവ്വത്തോടെ കാര്യം. അപ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണ്. എപ്പോൾ പഠിച്ചു ഇവിടെ? എപ്പോൾ പഠിച്ച? 1923. കോളേജ് ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ എപ്പോൾ പഠിച്ചവിടെ? തമാശ കളിക്കും. അല്ല, ഇയാൾ നമ്മൾ കുറേ നേരം അവിടെ ചുറ്റിക്കാരെ കോളേജ് കാണാൻ വേണ്ടി വന്നു. ഞാനോ? ഞാൻ ദർശന ടി വിന്ന് വരുന്നു. പെർമിഷൻ വാങ്ങിച്ചു സാറിനോട്. ഇപ്പൊ സാർ എനിക്ക് പെർമിഷൻ തരുന്നു. കോളേജ് ഹംഗാമ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ പ്രോഗ്രാമാണ്. അപ്പൊ ഞങ്ങൾ നിങ്ങളെ തേടി ഇവിടെ എത്തിയിരിക്കുന്നു. ദർശന ടി വി ക്യാമ്പസ് ഹംഗാമയിലേക്ക് എല്ലാ സുന്ദരികളെയും സുന്ദരന്മാരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു ആങ്കർ ഹണ്ട് നടത്താൻ പോവുകയാണ് ഞാൻ. ഈ കോളേജിൽ നന്നായി സംസാരിക്കുന്ന ഒരുപാട് സുന്ദരന്മാരും സുന്ദരികളും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു ആങ്കർ ഹണ്ട്, ഇവിടെ ഒരു ആങ്കർ ഹണ്ട് നടത്താനുള്ള ഒരു പരിപാടിയാണ്. അല്ല, ഞങ്ങളുടെ കോളേജിൽ അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ വന്നിട്ട് ചേട്ടൻ നേരത്തെ കുറച്ചേരം മുമ്പ് ഒരു അനുഭവം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോ ഞങ്ങളുടെ കോളേജിലെ പ്രോഗ്രാം നടത്താൻ ഞങ്ങൾ തന്നെ മതി. എന്താ പേര്? എന്റെ പേര് സുജന. സുജന ഇവിടെ വന്നിട്ടൊരു സൂചന തന്നു. അപ്പൊ ഞങ്ങൾ കൈകാര്യം ചെയ്യൂ. ഓ, ഞാൻ ചെയ്തോളൂ. ഒന്ന് കാണട്ടെ. ദർശന ടിവിയുടെ ക്യാമ്പസ് സംഗമ എന്ന പ്രോഗ്രാമിലേക്ക് സിഎവിലെ ഓരോ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ദർശന ടിവി അവതരിപ്പിക്കുന്ന ക്യാമ്പസ് സംഗമ എന്ന പ്രോഗ്രാമിലേക്ക് സിഎവിലെ ഓരോ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ ഞാൻ മാത്രമല്ല എന്റെ ക്യാമ്പസിൽ നന്നായി സംസാരിക്കുന്ന ഒരാൾ. വേണ്ട ചേട്ടാ, വേണ്ട. അപ്പോ എന്നെ പോലെ സംസാരിക്കാൻ അല്ല, ഞാന് ഭയങ്കര നന്നായി സംസാരിക്കണമെന്നല്ല, പക്ഷെ ഇങ്ങനെ വാദോരാതെ സംസാരിക്കാൻ കഴിവുള്ള ഒത്തിരി പേര് നമ്മുടെ ക്യാമ്പസിലുണ്ട്. ഹായ്, എന്റെ പേര് ഫാരിസ് സൽമാൻ. അപ്പോ ഇയാൾക്കൊരു ലവർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് കാണിക്കുന്ന ആത്മാർത്ഥ ഒരൊറ്റൊരാളുടെ കാര്യം മാത്രമേ നമ്മൾക്ക് അതിനെ കുറിച്ച് നമ്മൾ കൺസേൺ ആവുള്ളൂ. എന്റെ പെണ്ണ് മറ്റൊരു സ്നേഹിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ഒരാളെ കുറിച്ചല്ലേ ബോധറിയുണ്ടോ? പിന്നെ ഫ്രണ്ട്സിനെ എന്നുള്ളത് ഇത്രയും പേരെ കുറിച്ച് കൺസേൺ ആവേണ്ട കാര്യമല്ലേ? ലവ് എന്ന് പറഞ്ഞ സാധനം ഹൃദയം ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് അത് തന്നാലല്ലേ ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ. അല്ലാതെ എനിക്ക് ഓന്റെ തോളുമ്പോ കൈയിട്ടിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. പൃഥ്വിരാജ്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു പ്രോഗ്രാമിന് പൃഥ്വി ഇല്ലാണ്ട് പോകുന്നത്. ജസ്റ്റ് മിസ്സിംഗ് ഹിം അ ലോട്ട്. ആൻഡ് എന്താ പറയാ, എന്റെ ജീവിതം ശരിക്കും മാറിയത് തന്നെ പൃഥ്വിയെ പോലുള്ള. ആക്ച്വലി ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് രാജ് എന്നാണ്. രാജിനെ കിട്ടിയതിന് ശേഷമാണ്.
എങ്ങനെ വളച്ചു പൃഥ്വിരാജ് സാറിനെ? അതായത് ഞാൻ കോളേജ് ടൈമില് ഇത് കൊറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഓരോ സ്ഥലത്തുനിന്ന്. അപ്പൊ BBC കിട്ടി, അവിടെ പോയി. അങ്ങനെ ഞാൻ ബോംബെയിൽ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂവിനാണ് ഞാൻ ആദ്യമായിട്ട് പൃഥ്വിയെ കാണുന്നത്. വെരി എന്താ പറയാ, അത്രയും നല്ലൊരു അനുഭവമാണത്. ആക്ച്വലി സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ആക്ടർ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് പൃഥ്വി. गणनायकाय गणदैवताय गणाध्यक्षाय धीमहि. ഇനി അപ്പൊ ഇനി എന്താ നെക്സ്റ്റ് പ്രോഗ്രാം നിങ്ങൾക്ക്? നമുക്ക് അടുത്ത കോളേജിലേക്ക് പോകണം, ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഏതായാലും ഇതുവരെ കണ്ടക്ട് ചെയ്യില്ലേ? ക്യാമ്പസ് ഹംഗാമ, a travelogue through campus. ദർശന ടിവിയുടെ ഈ പ്രോഗ്രാം ഇന്ന് നമുക്ക് മുന്നിൽ. നാളെ പുതിയ ഉയരങ്ങൾ തേടി മറ്റൊരു ക്യാമ്പസിലേക്ക്, പുതിയ കൂട്ടുകാരെ തേടി. അതെ, അതിനുള്ള എല്ലാ ഭാവുകങ്ങളും CVയുടെ പേരിലും എന്റെ പേരിലും ഞാൻ നേരുന്നു. ഇന്ന് ക്യാമ്പസ് ഹംഗാമ നമുക്കൊപ്പം, നാളെ നിങ്ങളെ തേടി നിങ്ങളുടെ ക്യാമ്പസിൽ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഫോർ ദാറ്റ്. താങ്ക് യു.